എനിക്ക് ഡാൻസ് നമ്പർ ഇവരോടായിട്ട് ബിബിക്കും നസീർക്കൊക്കെ വേറെ സെഗ്മെന്റ് പാട്ടുകൾ ഡാൻസ് ഒരു അങ്ങനത്തെ പടം കമേഴ്ഷ്യൽ ഫാമിലി എന്റർടൈനർ അല്ലേ എല്ലാം ഞങ്ങളുടെ ഡാൻസ് നമ്പറിന്റെ ഇടയിൽ സാർ ചെറിയ 2 സ്റ്റെപ്പ് ഒരു ജെൻസി ക്യാരക്ടറാണ്. ആസ് യൂഷ്വൽ അങ്ങനെ തന്നെയാണല്ലോ. അല്ല, ലൈഫിൽ ജെൻസി അല്ലെങ്കിലും ബട്ട് ക്യാരക്ടർ ജെൻസി ഫൺ വൈബുള്ള ഒരു ക്യാരക്ടർ. മോഡേൺ ഇന്ന് അങ്ങോട്ട് പറഞ്ഞോളാനല്ലേ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ടേണിംഗ് പോയിന്റ്. അവിടേക്ക് ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ്, ഇതൊക്കെ നായികയുടെ ഇൻവോൾവ്മെന്റ്, നായികയുടെ അനിയത്തിയുടെ ഇൻവോൾവ്മെന്റ്, നായികയുടെ അമ്മയുടെ എല്ലാവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഹായ് ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. ശുക്രൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് ചിത്രത്തിലെ താരങ്ങളും പ്രൊഡ്യൂസറുമാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ? സിനിമ ഫെബ്രുവരിയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ പ്രൊഡ്യൂസറിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ജി സിനിമാസിൻ്റെ ബാനറിൽ ഒരു ശുക്രൻ എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ പോവുകയാണ്. അപ്പം എന്താണ് ശുക്രൻ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ശുക്രൻ പ്രേക്ഷകർക്ക് ആക്ച്വലി ശുക്രനാണ് നൽകുന്നത്. അതെ, മലയാളികൾക്ക് മൊത്തം, ലോക മലയാളികൾക്ക് മൊത്തം, എല്ലാവർക്കും, ലോകത്തിന് മൊത്തം ഒരു ശുക്രൻ നേരുകയാണ് ശുക്രൻ ടീം. അതിലുപരി ആക്ച്വലി നമ്മുടെ ഈ റീസെൻ്റ്ലി നടന്ന ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പം അന്ന് ഞങ്ങൾ കുറേ ഫ്ലെക്സുകളൊക്കെ കേരളത്തിൽ വെച്ചായിരുന്നു. ഞങ്ങൾ വെച്ച ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ള ബാനറിൽ, ആർക്കാണ് ശുക്രൻ തെളിയുന്നത് കേരളത്തിൽ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ക്യാപ്ഷൻ. അതുകൂടെയാണ് പിന്നെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആക്ച്വലി ശുക്രൻ എന്ന് പറഞ്ഞ ആ ഒരു പേരാണ് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആ പേരിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റുമാണ് ഈ സിനിമയെ സംബന്ധിച്ച്. അതാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കുണ്ടായ ഒരു ഇൻസ്പിറേഷൻ. പിന്നെ നല്ല താരങ്ങൾ, ജോഡികൾ, അങ്ങനെയൊക്കെയുള്ള മറ്റ് എലിമെൻസുകളും കൂടെ വന്നപ്പോഴത്തേക്കും സിനിമ ഓണായി കിട്ടി. ഇപ്പോൾ ജീമോൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ 90 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ അതായത് കുറേ സ്റ്റേജ് ഷോകൾ കുറേ താരങ്ങളെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ മേഖലയിലോട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ട് ഈ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു കാരണം? ആക്ച്വലി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ സിനിമയോട് ഭയങ്കര പാഷനുള്ള ഒരാളാണ്. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഞാൻ വെളിയിലായിരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഇൻഡസ്ട്രിയുമായിട്ടുള്ള അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. കോവിഡിന് ശേഷം ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു, ഒരു സിനിമയിൽ ആക്ച്വലി എനിക്ക് അഭിനയമാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ 5-6 മൂവികൾ ഞാൻ ചെയ്യുകയും ചെയ്തു, അത് ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് രാഹുൽ കല്യാൺ എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഉബൈനി, പിന്നെ നമ്മുടെ പ്രോജക്റ്റ് ഡിസൈനർ അനുക്കുട്ടൻ ഏറ്റുമാനൂർ. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ടൊരു ബന്ധം എനിക്ക് കിട്ടുകയും അങ്ങനെ അവരോടുള്ള ആ ഒരു ബന്ധത്തിലൂടെയാണ് ഞാൻ ഈ ശുക്രൻ എന്ന പ്രോജക്റ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവർ തന്ന ഒരു പ്രോത്സാഹനവും പിന്നെ അതിലുപരി ഈ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഒരു നല്ല ക്ലീൻ, ഒരു നല്ല ഫാമിലി ആയിട്ട് കാണാവുന്ന ഒരു എൻ്റർടൈനർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം എനിക്കും സിനിമയോടുള്ള പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ്റെ സൈഡും ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ഉടനെ ചെയ്യണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞതുപോലെ, ദാസ എന്ന് പറയുന്ന പോലെ ശുക്രനും സമയമായി എന്ന് തോന്നിപ്പിച്ചു. അങ്ങനെയാണ് ഞാനിതിലേക്ക് വന്നെത്തിയത്. അപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഏത് ഡയറക്ടർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഉബൈനി സാറിൻ്റെ അടുത്തോട്ട് എങ്ങനെയാണ് വരുന്നത്? ആക്ച്വലി ഇവർ ഓൾറെഡി സെറ്റായിരുന്നു. ഈ റൈറ്ററും ഡയറക്ടറും പിന്നെ മറ്റേ അനുകൂട്ടനും അവരെല്ലാം ഒരു സെറ്റായിരുന്നു. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ഒരു പുറത്ത് പോയി അന്വേഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഇവർ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ, ഞാനിതിൻ്റെ പൂജയ്ക്കൊക്കെ പോയി പ്രീ പ്രൊഡക്ഷനിൽ നിൽക്കുമ്പോഴാണ് അവരിപ്പോൾ ഓൾറെഡി എല്ലാം ഏറിയകളും സെറ്റാണ്. പിന്നെ കുറച്ച് മറ്റേ ആർട്ടിസ്റ്റുകളെ മാത്രം എടുക്കാൻ കുറച്ച് ഓൾറെഡി അവർ പിക്ക് ചെയ്തിരുന്നു. ബാക്കിയുള്ളവരെയും കൂടെ ചെയ്തുകൊണ്ടിരിക്കും. കാസ്റ്റിംഗ് നടക്കുമ്പോഴാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത് സീരിയസ്ലി. അപ്പം പിന്നെ നമുക്ക് വേറൊരു അന്വേഷണത്തിനോട് വലിയ പ്രസക്തി ഇല്ലായിരുന്നു. ഇപ്പം കുറേ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരാളാണല്ലോ, അത്രയും സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഓരോ ക്യാരക്ടേഴ്സിനും ആരൊക്കെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി ഇവരെ എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഷൈനെ ഞാൻ സെലക്ട് ചെയ്തതാണ്. പിന്നെ മാല പാർവതിയെ ഞാൻ സെലക്ട് ചെയ്തതാണ്. കാരണം വെച്ചാൽ ചില ക്യാരക്ടർ നമുക്ക് കേൾക്കുമ്പോൾ അന്നേരം ഇവരും കാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാനിങ്ങനെ പലരുടെ പേര് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മേലെ എന്ന് ചോദിച്ചു. പക്ഷേ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയ സമയങ്ങളിലൊക്കെ ഇവർ അവൈലബിളും ആയിരുന്നു. ഇവരൊക്കെ ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ലേ. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് വന്നപ്പോൾ അത്
ഒരു ശുക്രനായി. അതെ, എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ശുക്രൻ തെളിഞ്ഞു. അതുപോലെ തന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഷൈൻ ടോം ചാക്കോ, ബിബിൻ ജോർജ്, ചന്തു ചേട്ടൻ, എല്ലാവരും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ചന്തു ചേട്ടാ, എന്താണ് ഈ സിനിമയിൽ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫോർമേഷൻ വരുന്നത്? ഇതിൽ അരുൺ എന്ന ക്യാരക്ടറിന്റെ പേര്, ഇതിൽ ബിബിൻ ജോർജും ഷൈനും ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ സുഹൃത്താണ്. ഞങ്ങൾ മൂന്ന് പേര് സുഹൃത്തുക്കളാണ് കുഞ്ഞിലെ തൊട്ട്. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ച് പഠിച്ചു വളർന്ന 3 പേരുടെ ജീവിതത്തിൽ കുറച്ച് ആളുകൾ എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കഥയാണത്. ബിബിയുടെ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ടേണിംഗ് പോയിന്റ്. അവിടേക്ക് ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ്, ഇതൊക്കെ നായികയുടെ ഇൻവോൾവ്മെന്റ്, നായികയുടെ അനിയത്തിയുടെ ഇൻവോൾവ്മെന്റ്, നായികയുടെ അമ്മയുടെ എല്ലാവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതെ. അപ്പൊ ഇതിൽ ജീമോൻ സാർ എൻ്റെ അച്ഛനാ അല്ലേ? ഓ, അത് ഞാൻ കണ്ടിരുന്നു, സാർ അഭിനയിക്കുന്നുണ്ട്. സർപ്രൈസ് ആണ്. കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അച്ഛനാണ്. അല്ല, ഈ സിനിമ അത്ര ഇഷ്ടമുള്ള ആള് എന്തായാലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടാവുമല്ലോ ഒരു ക്യാരക്ടർ. പക്ഷേ ഞാൻ മനസ്സിലാക്കി ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ പരിപാടി. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ജോൺറാണ്. ബേസിക്കലി എൻ്റെ കഥ വന്ന് രാഹുലിന്റെ സ്ക്രിപ്റ്റ് വന്ന് ഉപയോഗിക്കുകയും കുട്ടിയേട്ടനും കൂടെ എൻ്റെ അടുത്ത് വന്നത്. രാഹുലിന് തിരക്കായിരുന്നു. പിന്നെ രാഹുലിലൂടെ ഇരിക്കുന്നു. കഥ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്ന ഒരു ന്യൂ ഇയർ 1-ാം തീയതി വർഷത്തിലൊന്ന് എനിക്ക് ശുക്രനെ കൊണ്ടാണ് വന്നവര്. അപ്പം അതിൽ എനിക്ക് വെച്ചിരുന്ന ക്യാരക്ടർ ഇപ്പം ഈ പോസ്റ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഫൺ ആയിട്ട് ലൗഡ് ക്യാരക്ടറാണ്. ഇപ്പം ഏത് പടം ഇപ്പം 12th Man വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് ആലോചിച്ചു, നീയാണോ വില്ലൻ? എന്നെ വില്ലൻ ചാപ്പ് കുത്തുന്ന ഏത് പടത്തിൽ ഫിനിക്സിൽ കൂടെ അങ്ങോട്ടും പോയാലും അവളെ നീ അല്ലേടാ കൊന്നത്. ഇവനുണ്ടെങ്കിൽ പാപ്പൻ ഇറങ്ങിയപ്പോഴും പാപ്പനില് വർക്ക് ചെയ്യുമ്പം ഞാൻ ആയിരിക്കുമെന്നവർ ആളുകൾ ചിന്തിക്കുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ചില സാധനങ്ങൾ ആളുകൾ ചിന്തിക്കും. സാധാരണ ആളുകളെ പറ്റിക്കാനല്ലേ സംശയം ഉണ്ടാക്കുക, ഇത് എന്നെ തന്നെ സംശയിക്കും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വേണ്ടി ചില സീൻസൊക്കെ ചില ഷോട്ടുകളൊക്കെ ആയിരിക്കും. കാരണം അങ്ങനെ ഒരു പരിപാടിയിലേക്ക് നിന്ന എനിക്ക് നിരാശയും പരിപാടിയൊന്നും ഇല്ലാതെ, അങ്ങനെ ഹാർട്ട് ബ്രേക്കിംഗ് ഒന്നും അല്ലാതെ ഒരു പ്രണയ നൈരാശ്യമൊന്നും ഇല്ലാതെ അതിലേക്ക് പറയാനായിട്ടില്ല. അതെന്റെ ഒരു വിധി അല്ല, അതിലേക്ക് പോയില്ലെങ്കിലും പക്ഷെ ആ പ്രണയത്തിലൊക്കെ ഫൺ ഒരു ഭയങ്കര. പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സിബ്ലിങ്സ് ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ പണ്ട് തൊട്ടേ എൻ്റെ ഫ്രണ്ട്സ് ആണ് എൻ്റെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നതും ഞാൻ ഒരുപാട് സ്നേഹിച്ച ആളുകൾ. അങ്ങനെ ഹേർട്ട് ചെയ്യപ്പെട്ട് ആളുകൾ പോയി നമുക്ക് മനസ്സിലാവും അവസാനം കുറച്ച് പേരെ ഒരു കോർ എനിക്ക് ഉണ്ടാവുള്ളൂ. ആ കോറുണ്ടല്ലോ, അതുപോലുള്ള സിനിമയിൽ ഒരു കോറുണ്ട് ഇതിനകത്ത്. അവര് ജീവിതത്തിൽ ഉടനീളം എന്തിനും ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ അവന്മാര് വരും എന്നൊരു സാധനം ബിബിനുണ്ട്. എനിക്ക് ഞാൻ പറയുന്ന പോലെ ബിബിന്റെ ക്യാരക്ടർ ഉണ്ടാക്കുന്നതാണ് ഈ സിനിമ. അങ്ങനെ നമുക്ക് ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അച്ഛന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സാർ ഇവിടെ ഇരിക്കുന്നത് ആക്ച്വലി നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ അഭിനയിച്ച നടനായിട്ടല്ല ഇവിടെ പ്രൊമോഷൻ വന്നിരിക്കുന്നത്. അൺലൈക്ക് അതർ മൂവീസ് പ്രൊഡ്യൂസർ നമ്മളോട് ഇരിക്കുവാണ്. യു കാൻ സീ ദാറ്റ്. അതെ, അത്രയും ഡിറ്റർമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് സിനിമയോടുള്ള ഒരു പാഷൻ ഉണ്ട്. അത് ശരിക്കും റെയർലി സംഭവിക്കുന്ന സാധനം. പ്രൊമോഷൻസിന് പ്രൊഡ്യൂസറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. പുള്ളിക്ക് പറയേണ്ടത് പുള്ളിക്ക് നേരിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു വളരെ ഹമ്പിൾ കൂട്ടായ്മയുടെ സിനിമയാണത്. അതുകൊണ്ട് തന്നെ ഇതിന് സക്സസ്ഫുൾ ആവണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതെ, ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ തന്നെ ഒരു സിനിമ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആർട്ടിസ്റ്റുകളായാലും ഡയറക്ടറായാലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ വരുന്നത്. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പാഷനും കൂടി, അല്ലെങ്കിൽ സിനിമ ഇത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും എപ്പോഴും. ഇപ്പോൾ ഒരു സുഹൃത്ത് ബന്ധങ്ങളുടെ ഒരു കഥയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ചന്ദ്രചേട്ടൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ഡെയിലി ലൈഫിലുള്ള കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ഒരു റിയൽ ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ ഈ മൂവിയിൽ? ഇല്ല, ഇതിൽ അങ്ങനെ ഇൻസിഡൻസ് പറയാൻ പറ്റില്ല. ഇൻസിഡൻസ് ടോട്ടലി ഫിക്ഷണലാണ്. അത് രാഹുലിന്റെ ഒരു തോട്ട് പ്രോസസ്സിൽ വന്ന സാധനമാണ്. പക്ഷെ ആ ബോണ്ടിങ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വിളിച്ചാൽ അവിടെ ഒരാളുണ്ട് എന്നൊരു ഇതില്ലേ, നിനക്ക് വേണ്ടി വിട്ടുകൊടുക്കുക, നമുക്ക് വേണ്ടി നിൽക്കുക, നമുക്ക് വേണ്ടി ഒരു ഇമോഷണൽ സ്റ്റാൻഡ് എടുക്കുക. അങ്ങനെ ഒരാളെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണം ഒരാൾ. അല്ലെങ്കിൽ അയാളുടെ ജീവിതം വളരെ പരിതാപകരമാണെന്ന് പറയുന്നത്. ബിക്കോസ് വി ആർ ഓൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോഴും വി ആർ ഇമോഷണലി ഡിപെൻഡന്റ്. അല്ല, ചില സമയങ്ങളിൽ ഒരു കൈത്താങ് അല്ലെങ്കിൽ ചില സമയത്ത് ഒരു വാക്കായിരിക്കും ഒരു സുഹൃത്തിന്റെ. അത് മാത്രമായിരിക്കും ചിലപ്പോൾ ഫോണിൽ കൂടെ ആയാലും ഞാൻ ഉണ്ട് പിന്നെന്ത് വേണം അളിയാ എന്ന് ചോദിക്കുന്ന ഒരു പരിപാടിയില്ലേ, അത് ഭയങ്കര
ഭയങ്കര സത്യം. അത് അപ്പൊ ഈ ബിബിൻ ചേട്ടനായിട്ടോ അല്ലെങ്കിൽ ഷൈൻ ചേട്ടനായിട്ടൊക്കെ ഉള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യമായിട്ട് അവരോട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഐ നെവർ ഫെൽറ്റ് ദാറ്റ് വേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സീൻ തന്നെ ബിബിൻ്റെ കൂടെ ഉള്ളൊരു ഭയങ്കര ഞാൻ അവനെ വർഷങ്ങൾക്ക് ശേഷം കാണാമെന്ന് സീക്വൻസ് ചെയ്യുകയാണ്. അത് ലൗഡാണ്. പക്ഷെ ഞാൻ ബാംഗ്ലൂരാണ് പഠിപ്പിച്ചതും ഒക്കെ. അവിടുന്ന് ഹരിശങ്കർ എന്ന് പറഞ്ഞ മണിക്കുട്ടൻ നമ്മൾ വിളിക്കുന്നത്. അവനെ കാണാൻ വരുന്ന സമയത്ത് ഇവനെ കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബഹളമായിരിക്കും, ശരിക്കും അതായിരിക്കും എൻ്റെ പരിപാടി. അതല്ലേ സന്തോഷം അയാളെ കാണുമ്പോൾ. അതൊക്കെ ഇതിനകത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് സിങ്ക് ആയത് എല്ലാവരുമായിട്ട്. തുഷാര ചേച്ചിയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തുഷാര ചേച്ചിയൊക്കെ കാണുന്നത്. അവിടെ നിന്ന് അല്ലാതെ ഓൺ സ്ക്രീൻ അല്ലാതെ ഒരു നേരിട്ട്. അപ്പം ചേച്ചി മറ്റേ നോക്കുമ്പോൾ എൻ്റെ വീട്ടിന് അപ്പുറത്തുള്ള ചേച്ചി തുഷാര ചേച്ചി ആടമക്കളെ അങ്ങനെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ കാണിക്കും. ആ മനുഷ്യനോട് ഇങ്ങനെ ഇവിടെ സിഗരറ്റ് വലിക്കുന്ന സ്ഥലം. ആര്യ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയൊക്കെയോ കണ്ടു മറഞ്ഞൊരു കുട്ടിയാണ്. അപ്പം വായി നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ആരാണ് പക്ഷെ ആര്യ വളരെ പാവമാണ്. നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ സ്റ്റൈലിസ്റ്റ് ഉള്ള ഭയങ്കര ഒന്നുമില്ല, പാവം. അതുപോലെ ആദ്യ അവൾ ഉടക്കി കൂടെയൊക്കെ പരിചയപ്പെടുന്നു. ഞാൻ ഉടക്കില്ല. ഞാൻ ഇപ്പൊ ക്യാരവന് 2 ക്യാബിനുണ്ട്. അപ്പൊ ഒരെണ്ണം എനിക്ക് വേണ്ടി ഒരു ഐ ഡിഡ്ന്റ് നോ. അപ്പൊ അതിനും എന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്റെ കൂടെയുള്ള പയ്യൻ വിളിച്ച് ഇവിടെ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു എത്താറായിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ ഇപ്പുറത്തിരുന്ന് ആദ്യ ഇത് വർക്ക് ചെയ്യാണ് അതില് തലമുടിയിലും കണ്ട. എനിക്കറിയില്ല. പുള്ളി പകുതി കോസ്റ്റ്യൂമിലേക്കാ കയ്യിലൊക്കെ ഇരിക്കുന്ന എൻ്റെ പരിപാടിയാണ്. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഈ ഒരു തന്നിട്ട് എനിക്കൊരു കസേര ഇട്ടെന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ ചേട്ടാ ഇവിടെ ഇരിക്കുക ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കസേര ഇടുമ്പോ എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാരവൻ അതിനകത്ത് അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന എന്റെ വണ്ടി ഓടിക്കുന്ന എന്റെ പയ്യനുണ്ടാവും നോക്കിട്ട് നായിക ബഹളം ഉടൻ ഒരാള്. ഇപ്പൊ ഞാൻ ഈ ക്യാരവനിൽ ഇങ്ങനെ നോക്കിയിരുന്നു. ആദ്യം ബാർജ് ഔട്ട് ചെയ്യും ഡോർ കൊടുന്ന്. അതായത് ഞാൻ ഇരിക്കേണ്ട ക്യാബിനിൽ തൊട്ടിപ്പുറത്താണ് നമ്മളുള്ളത്. പകുതി തീർത്തിട്ട് പോരെ എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്നത് റൈറ്റ് ആണ് ചോദ്യം. ഞാൻ ഇപ്പൊ തന്നെ പോണോ എന്നാ. തുറന്നതും കയ്യിൽ കുറെ മറ്റേ പകുതി ഡ്രസ്സ് മുടിയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചോ. അതിനിപ്പോ എന്താ ഓടെ ഞാൻ ഈ കസേര ദേഷ്യപ്പെട്ട് എന്നെ കണ്ടപ്പോ ഹായ് ഇതായിരുന്നു ഞങ്ങളുടെ. എന്റെ അടുത്ത് വലിയ ദേഷ്യം തോന്നരുത്, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലേ ചേട്ടാ അത് പിന്നെ അതാണ് അവളുമായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ എവരിവൺ ഈസ് ഫൺ ലവേഴ്സ് ആണ് ഇതിന്റെ അകത്തുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിരുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ എല്ലാവരും ഇതേപോലെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പരമാവധി ടെൻഷനും അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ഫീൽ എപ്പോഴും തോന്നാറുണ്ട് എല്ലാ സിനിമകളിലും. പിന്നെ നമുക്ക് പ്രീ ജഡ്ജ്ഡ് നമുക്ക് തോന്നൂലേ ഐ വിൽ ബി ജഡ്ജ്ഡ് തോന്നുന്ന സ്ഥലത്ത് ഭയങ്കര പാടാ. ബിക്കോസ് വീൽ ട്രൈ ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് ലെവൽ. അപ്പൊ നമ്മൾ അഭിനയിക്കും. നമ്മൾ ഇച്ചിരി അഭിനയിക്കും. ഇവിടെ എല്ലാരും ബിബി അല്ലേ വരുന്നത്, അല്ലേ ഷൈനല്ലേ വരുന്നത്. എനിക്ക് തോന്നുന്നു പൊതുവെ ഈ കലാകാരന്മാരെ ലോല ഹൃദയം. അതെ, അതുകൊണ്ട് പെട്ടെന്ന് സിങ്ക് ആവും. നമ്മളിപ്പോ ഞാൻ പല ലൊക്കേഷനും അല്ലാതെ ഞാൻ പോയിട്ടുണ്ട്. പലയിടത്തും ചെല്ലുമ്പോഴും നല്ല ബോണ്ടിങ്ങിലാണ് ഇപ്പോൾ മിക്കവാറും ആർട്ടിസ്റ്റുകൾ പോകുന്നത്. ചില ആളുകൾ പറയുമല്ലോ ചില ഡയറക്ടേഴ്സിന് കാണുമ്പോ പേടിയോ ഉബൈനി സാർ ആണെങ്കിലും രാഹുൽ ആണെങ്കിലും അവിടെ ഉള്ള ഓരോ വ്യക്തികളും വലിപ്പച്ചെറുപ്പം ഇല്ല, എല്ലാരും തുല്യരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും അങ്ങനെ നല്ലൊരു വൈബിൽ ഇങ്ങനെ ഞങ്ങൾ ആ ഒരു സിനിമ കൊണ്ടുപോകുന്നത്. അതെ, പിന്നെ പറഞ്ഞു കറക്റ്റില്ലേ പിന്നെ നമ്മളെല്ലാരും കൂടി ഒരു പരിപാടി ചെയ്യുക, അടിക്കണം. ഇനി ആർക്കെങ്കിലും ഒക്കെ ഇതിന്റെ അകത്ത് വരുന്നതിന് മുമ്പ് ഒരു പ്രീ ഓക്കുപ്പൈഡ് നോഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ വരുമ്പോൾ ഇത് വർക്ക് ആവില്ല. അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെ നമ്മളൊരു ഇപ്പൊ പല ഹിറ്റായ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിൽ എന്തായാലും അപ്പൊ ആ ഒരു സിനിമ എന്തായാലും അതൊരു ഹിറ്റിലോട്ട് വരും. അങ്ങനെയാണ് അതുവരെ തുഷാര ചേച്ചി നെയ്മറിലും ഹൃദയത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ക്യാരക്ടർ വരുന്നത്? ഒരു മദർ ക്യാരക്ടർ ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിൽ വരുന്നത്? ഇതില് രാഹുലും ഉബൈനി
സാറും കൂടാണ് സംസാരിക്കാൻ. രാഹുൽ വിളിക്കുന്നു. അങ്ങനെ ഇതിലേക്ക് കഥ എൻ്റെ പോർഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇന്നതാണ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അനുക്കുട്ടൻ പുള്ളിക്കാരൻ വിളിക്കുന്നു. അപ്പോൾ ഇത് ഇന്ന ദിവസമാണ് ഷൂട്ട്, അപ്പോൾ ഇതാണ് ക്യാരക്ടർ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതുവരെ ചെയ്തതെന്ന് ഇതൊരു ജോലിയുള്ള അമ്മയാണ്, വർക്ക് ചെയ്യുന്ന അമ്മയാണ്, പിന്നെ 2 പെൺകുട്ടികളുടെ അമ്മയാണ്. നല്ല പ്രായമുള്ള 2 അങ്ങനെയാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് ആണ്. പല പല ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇവിടെ വരുമ്പോൾ ചന്തുവിൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം, സാറിൻ്റെ. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ സെറ്റിലും പോകുമ്പോഴും പല അനുഭവങ്ങളിലൂടെയൊക്കെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. തുഷാര ചേച്ചിയെ പറ്റി ഒരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾക്ക് എല്ലാതെ എഗ്രി ആയിരിക്കും. തുഷാര ചേച്ചിയെ ഏത് ദിവസം മുമ്പ് പുള്ളിക്കാരി എങ്ങനെയാണെന്ന് എനിക്ക് കേട്ടോ, ഏത് ദിവസം സെറ്റിൽ കണ്ടാലും എനി ഡേ യു വോണ്ട് ഫീൽ. തുഷാര ചേച്ചി നമ്മൾ നോക്കുകയാണ്, യു വോണ്ട് ഫീൽ ഡിജക്റ്റഡ്. ഇങ്ങനെ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇങ്ങനെ വരുന്നില്ല, എന്തും നെഗറ്റീവ് ആ ഫേസിൽ ഇല്ല. ആ പരിപാടി ചേച്ചിയുടെ വിഷമങ്ങൾ ഉണ്ടാവും, ചേച്ചി പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ ഹെൽത്തോ അല്ല വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഐ ഡോണ്ട് തിങ്ക് ഷീൽ റിഫ്ലക്ട് ദാറ്റ് ഓൺ സെറ്റ്. നമ്മളെ കാണുമ്പോൾ തന്നെ തമാശയൊക്കെ പറഞ്ഞ് മോനെ പറഞ്ഞ് തട്ടി കൂട്ടാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര ചേച്ചിയെ പറ്റി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബാക്ക് നമ്മളിപ്പോ അപ്പുറത്ത് മാറി ഇരുന്നിട്ട് ആദ്യം 2 പറഞ്ഞാലും ചേച്ചിയെ പറയില്ല. സാറിനെ പറഞ്ഞാലും ലൊക്കേഷനിലെ വിഷമങ്ങൾ തീർക്കുകയാണ് എനിക്ക് തോന്നുന്നു. അല്ല ചേച്ചി, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അത്രയും കമ്പനി നിന്നത്, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഈ ക്യാരക്ടറിലോട്ട് എങ്ങനെ വരാൻ പറ്റുന്നത് അറിയോ? ഒന്ന് പറയോ? സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് എങ്ങനെയാ? അത് നമ്മളിവിടെ ആക്ഷൻ പറയുമ്പോൾ നമ്മൾ അതുവരെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ അല്ലല്ലോ അവിടെ ആവശ്യം, അവിടെ ക്യാരക്ടറിന്റെ ആണ്. ഈ ഞാൻ വരെ മോശം പറയത്തില്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ തുഷാര ചേച്ചി ഓഫ് സ്ക്രീനിൽ നിന്നിട്ട് തങ്കം എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറയുമ്പോ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതിനെന്തിനോട് അതാണ് അതാണ് അല്ലേ പരിപാടി. നടന്മാരും നടിമാരും അങ്ങനെ അല്ല, പലരും പറയുമല്ലോ, ഇപ്പൊ ഒരു പഠിക്കുന്ന ഒരു കാര്യം എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ചിലവർ പഠിച്ച് കുറെ വായിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ, ചിലവർ ചിലപ്പോൾ മനസ്സിൽ വെക്കും, പിന്നെ പെട്ടെന്ന് ആ എക്സാം പാസ്സാവുമെന്ന് പറയും. അതുപോലെ തന്നെയാണ്, അതായത് പെട്ടെന്ന് അതിന് സ്വിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് ചേച്ചിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് സ്വിച്ച് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ നേരത്തെ പറഞ്ഞു ആ ഒരു ഫണ്ണി ഒരു ക്യാരക്ടറിന് വീണ്ടും ഒരു അമ്മ ക്യാരക്ടറിലോട്ട് വരുമ്പോഴേ, എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു അമ്മയാണ്, എന്നാൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകത ആവശ്യമില്ലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. എന്റെ അമ്മയും ടീച്ചർ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ വീട്ടില് എത്രത്തോളം അമ്മയുടെ സ്റ്റുഡൻസിന് ഇടിക്കൽ എങ്ങനെയായിരുന്നു, വീട്ടിൽ എങ്ങനെയാണെന്നും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാ. വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എടുത്തിട്ട് ഇടിക്കും, അടിപിടി. പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പൊതുവില് ആൺകുട്ടികളോട് ഭയങ്കര, ഞങ്ങൾ 3 പെൺകുട്ടികളായതുകൊണ്ടാവും ആൺകുട്ടികളോട് ഭയങ്കര കാര്യമാണ്. അപ്പൊ അമ്മ പഠിപ്പിക്കുന്ന കുട്ടികൾ ആൺപിള്ളേര് എത്ര പഠിക്കാൻ മോശമാണെങ്കിലും അമ്മ അവരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അമ്മ ഒന്നും ചെയ്യില്ല. പക്ഷെ പെൺപിള്ളേര് ഞാനൊക്കെ ഇഷ്ടം പോലെ തല്ലി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമല്ല, അതിനൊരു നല്ല മൂവും കൂടെ. ഇപ്പൊ ചേച്ചി എപ്പോഴും നമ്മൾ സദാസമയം നല്ല പ്ലസന്റ് ആയിട്ട് കാണും. ആ ആളൊന്ന് തിരിഞ്ഞോണ്ടല്ലോ ഭീകരമായും പോയി. ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല, അങ്ങനെയല്ല, വെറുതെ വല്ല പുള്ളി കൊണ്ടു കഴിഞ്ഞാൽ അതേ പ്ലസന്റ് ആയിട്ടുള്ള ഒരാൾ ഒന്ന് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉരുകി പോകും. അല്ല സദാസമയം ഇങ്ങനെ സദാസമയം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, സദാസമയം മനുഷ്യരെ തലയിൽ കയറുക, പിന്നെ അത് വിലയില്ലാതെ. നല്ല ആൾക്ക് മാത്രമേ നല്ലതായിട്ട് ദേഷ്യപ്പെടാനും പറ്റുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്തായിരുന്നോ ചേച്ചി സെറ്റില്? അതുകൊണ്ടൊരു പ്രശ്നം ഇല്ല. അല്ല, നമ്മൾ പോകുന്ന എല്ലായിടവും നമ്മള് നല്ല രീതിയിൽ തന്നെയാണ്. അവിടെ ഇപ്പം ഞാനും ചന്തുവും ഇതിനു മുമ്പും അതിനുശേഷം അല്ലേ, നമ്മൾ അതിനുശേഷം എൻ്റെ മകനായിട്ട് മോനുമായിരുന്നു. അതെ, അപ്പം അവിടെയും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു കെമിസ്ട്രി എന്നതോടെ ഇനിയിപ്പോ അതെന്തായാലും തകർക്കും. വേറെ കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ഡയറക്ടറോടും രാഹുലിനോടൊക്കെ ഞാൻ പറയുമായിരുന്നു, ഓരോ സെറ്റിലൊക്കെ നമ്മൾ എന്തെല്ലാം ന്യൂസുകളാണ് കേൾക്കുന്നത്, ഓരോ പ്രശ്നങ്ങൾ അതായത്. പക്ഷേ ഈ സിനിമയുടെ ലൊക്കേഷനിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞ മീൻസ്
ബിഹേവിങ്ങിലായാലും ജോലിയിലായാലും എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ഈ സെറ്റ്. അത് വളരെ സ്മൂത്ത്. അത് കാരണം നമുക്ക് ഒരു ഹെഡേക്കും ഇല്ലായിരുന്നു. അതായത് സാർ പറഞ്ഞിരുന്നത് ലഹരി വിഷയങ്ങളോ സ്ത്രീ വിഷയങ്ങളോ ഒന്നും ഓരോ ന്യൂസുകളും എല്ലാ മനുഷ്യരും അതാണ് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു നിർത്തിയത്. അവിടെ വലിപ്പച്ചെറുപ്പം ഇപ്പം നമുക്ക് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കും. സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അവിടെ നമുക്ക് പ്രൊഡ്യൂസർ ആയിട്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കും, അയ്യോ പ്രൊഡ്യൂസറാണ്, അങ്ങനെയല്ല. ഇപ്പം ഇതിൻ്റെ റൈറ്റർ രാഹുലിനോട് സംസാരിച്ചാലും അനിക്കുട്ടച്ചേട്ടനോട് സംസാരിച്ചാലും ഏത് മനുഷ്യനോടും നമുക്ക് അങ്ങനെ ഒരു വേർതിരിവ് നമുക്ക് തോന്നത്തില്ല. അതേപോലെ തന്നെ നമ്മളവിടെ പാട്ടും പാടി ഡാൻസും ചെയ്ത് നമ്മള് പ്രൊഡ്യൂസറുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇത് തോന്നിയത്. ഒരു പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും എല്ലാവരും കൂടി ഒരു ടീം വർക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു സക്സസ് ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ഇപ്പൊ ഇതാണ് ഇപ്പൊ സാറ് പിന്നെ മാറത്തില്ലെന്ന് എന്റെ വിശ്വാസം. ഇത് ശുക്രൻ ഹിറ്റായി കോടിക്കണക്കിന് ഒരു വാസ്തി വന്നു വെച്ചോ, അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സാർ ഇത് മാറത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. അല്ല അങ്ങനെയുള്ള ആള് വേണ്ടേ? ഇതാണ് സാറെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ശുക്രൻ വിജയിക്കണം. അതെ, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർ ഇരിക്കുക, ഒരു പ്രൊമോഷൻ ഇരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ ഇൻവോൾവ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അത് ഈ സിനിമയിലും എല്ലാത്തിലും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു സിനിമ നിർമ്മിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആരായാലും അവർ ആ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കണം. അത് അറ്റം റിലീസിങ് വരെയെങ്കിലും അവർ കൂടെ നിൽക്കണം എല്ലാവരും. അതിന് ശേഷമുള്ള പ്രേക്ഷകർ പിന്നെ പറഞ്ഞു അവർക്ക് അതേ വിട്ടുകൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചൊരു ആര്യ സംസാരിക്കും. ആരോട് ചോദിക്കാൻ വരാം. സെക്കൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അല്ല, തുഷാര ചേച്ചിയോട് സംസാരിക്കുമ്പോ ചന്തുചേട്ടൻ പറയും. ആര്യ ബാഡ് ബോയ്സിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ. അപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു ക്യാരക്ടറിനെ പറ്റിട്ട്, അപ്പൊ എന്താണ് ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്? ക്യാരക്ടറിനെ കുറിച്ച് ആദിശിയുടെ അനിയത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഒരു ജെൻസി ക്യാരക്ടറാണ്. ആസ് യൂഷ്വൽ അങ്ങനെ തന്നെയാണല്ലോ. അല്ല, ലൈഫിൽ ജെൻസി അല്ലെങ്കിലും ബട്ട് ക്യാരക്ടർ ജെൻസി ഫൺ വൈബുള്ള ഒരു ക്യാരക്ടർ. മോഡേൺ. ഇന്ന് അങ്ങോട്ട് പറഞ്ഞോളാനല്ലേ. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു കഥ വന്ന അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തന്ന സമയത്ത് അപ്പോൾ ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ ക്യാരക്ടറിൽ വേണ്ടിയിട്ട്? കുറച്ച് ഡ്രസ്സിങ്ങിലൊക്കെ ഉണ്ട്. കണ്ടന്റ് ക്രിയേഷൻ ഒന്നും ഇപ്പോൾ ചെയ്യില്ല. ഇല്ല, ഇനി സിനിമ മാത്രം. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോഴേ നമ്മളിപ്പം സ്കെപ്റ്റിക്കൽ ആവും. അത് എന്താണ് നമ്മൾ കണ്ടന്റ് ലൈഫ് സ്റ്റൈലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന ഇതാണ്. ഇതൊരു വേ ആയിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ മൂവിയിലേക്ക്. ഇതായിരുന്നു എപ്പോഴും എന്റെ ഡ്രീം. അസാധ്യ ഡാൻസ് ഒക്കെ ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാം. അല്ല, അത് കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. ഞാനും ആദ്യം ആര്യയും കൂടെ ഡാൻസ് ചെയ്തു. അടിപൊളി ഒരു പാട്ടുണ്ട്. പാട്ടുകളെല്ലാം നല്ലതാ. അതായത് എനിക്ക് ഡാൻസ് നമ്പർ ഇവരോടായിട്ട് ബിബിക്കും നസീറിയൊക്കെ വേറെ സെഗ്മെന്റ് പാട്ടുകൾ ഡാൻസ് ഒരു അങ്ങനത്തെ പടം കമേഴ്ഷ്യൽ ഫാമിലി എന്റർടൈനർ അല്ലേ? ഞങ്ങളുടെ ഡാൻസ് നമ്പറിന്റെ ഇടയിൽ സാറ് ചെറിയ 2 സ്റ്റെപ്പ് ഞാൻ ഈ സിനിമയിൽ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ശുക്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ശുക്രദശ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ. ശരിക്കും ഈ ഒരു പേര് ഈ സിനിമയായിട്ട് എങ്ങനെയാ കണക്റ്റഡ് ആവുന്നത്? അതെനിക്ക് തോന്നുന്ന കൂടുതലും ഡയറക്ടറോടായിരുന്നു ചോദിക്കേണ്ടത്. റൈറ്ററോടും ചോദിക്കണം. അതെ, റൈറ്ററോടും ചോദിക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ശുക്രൻ എന്നുള്ള വാക്ക് ഗ്രഹം എന്ന് മാത്രമല്ല. ഒരാൾക്ക് ശുക്രൻ അർഹൻ ആരാ എന്നൊരു ചോദ്യമില്ലേ? ശുക്രൻ അടിക്കുന്ന ആർക്ക് ഒരു അതെന്തുകൊണ്ട് എങ്ങനെ? അത് എൻ്റെ പെർസെപ്ഷനാണ് ഈ സിനിമയുടെ. ഇപ്പം വൃന്ദയ്ക്ക് ഒരു കാര്യം നടക്കണം, വൃന്ദയ്ക്ക് ഒരു കാര്യം നടക്കണമെങ്കിൽ അത് വൃന്ദ സംഭവിച്ചു കഴിഞ്ഞാൽ വൃന്ദയ്ക്ക് അത് ശുക്രനാണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഡു ഇറ്റ് അലോൺ. മനസ്സിലായോ? അപ്പൊ ആ ശുക്രനിലേക്ക് എത്തിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിൽ വൃന്ദയുടെ ഫ്രണ്ട്സ് ഇൻവോൾവ് ആയിരിക്കും, ടീച്ചേഴ്സ് ഇൻവോൾവ് ആയിരിക്കും, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. തനതായ ഒരു നമ്മുടെ ഗ്രഹം എന്നൊരു സാധനം അല്ലല്ലോ. ആ ഗ്രഹത്തിൽ മറ്റ് ഗ്രഹ നിലയിലുള്ളവരും കൂടെ ഉണ്ട്. ശനി പിടിച്ച ഞാനും ചിലപ്പം പിന്നെ വൃന്ദയുടെ ശുക്രനിൽ ഭാഗമാവും നല്ല രീതിയിൽ. അത് സിനിമ ഹൗ യു റീച്ച് ശുക്രൻ
അതാ പടം. അത് എന്താണ് ഇതിലുണ്ടാവുന്ന ശുക്രൻ എന്നുള്ളത് സിനിമ മൊത്തം അല്ല അതെന്താന്നറിയോ, ഇനി എല്ലാവരും അവരവർ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യട്ടെ എന്തായിരിക്കും എന്നുള്ളത്. ശുക്രൻ എന്ന് പറയുമ്പോ അവരുടെ ലൈഫിൽ എന്തായിരിക്കും സിനിമ കാണുമ്പോ മനസ്സിലായത്. അതൊരു പെർസ്പെക്റ്റീവ് അല്ലേ. ഇതിനകത്ത് ശുക്രൻ എന്താ ആ ലോട്ടറി ആ നല്ലതെന്നുള്ളത് പടം കാണണം. ഇവിടെ കാണാം. ആ ശുക്രൻ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടോ? ഉണ്ട്. അപ്പോൾ ഫെബ്രുവരിയില് സിനിമ ഇറങ്ങാൻ പോവാണ്. ശുക്രൻ തെളിയട്ടെ, അല്ലെങ്കിൽ ശുക്രൻ വലിയൊരു വിജയമായി തീരട്ടെ. തിയേറ്ററിൽ എത്തിയിട്ട് എല്ലാവരും എല്ലാ സിനിമയും വിജയിപ്പിക്കട്ടെ. എല്ലാവരും സധൈര്യം വന്നിരുന്നു. എഴുത്തിലോ മേക്കിങ്ങിലോ ഒന്നും നമുക്ക് ജാറിയുന്ന അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ ഗ്യാരണ്ടി അത്. ഫാമിലി ആയിട്ട് മൊത്തം പേർക്ക് വന്നിരുന്നു സമാധാനമായി കണ്ട് ചിരിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷിച്ച് ഫൈറ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ച് പോവാം. പാട്ടൊക്കെ കേട്ട് എന്റെ ഡാൻസും കാണാം. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ആശംസ നേരാണ്. അപ്പോൾ സിനിമ വലിയൊരു വിജയമായി തീരട്ടെ. താങ്ക് യു. നല്ല സംസാരമാണ്. താങ്ക് യു സോ മച്ച്.